പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോട് അവഗണനയ്ക്കെതിരെ ചടയമംഗലം LDFിൻ്റെ നേതൃത്വത്തിൽ 140 നിയോജകമണ്ഡലങ്ങളിൽ നടക്കുന്ന പ്രതിഷേധ ധർണയുടെ തത്സമയ ദൃശ്യം നിങ്ങൾക്ക് സാക്ഷി ടിവിയിലൂടെ. കേന്ദ്രം വാഴും സർക്കാരെ, നരേന്ദ്രമോദി സർക്കാരെ, നിങ്ങൾക്കെതിരെ ഉയരുന്നു. കേരളത്തിൻ ജനരോഷം കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ കേരളത്തിലെ 140 നിയോജകമണ്ഡല കേന്ദ്രങ്ങളിലും LDFിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ സംഗമത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് സാക്ഷി ടിവിയുടെ പ്രേക്ഷകർക്കായി ഞങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യുന്നത്. ഇപ്പോൾ ചടയമംഗലം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഉപരോധം സംഘടിപ്പിക്കുകയാണ് LDF. ഇങ്ങോട്ടെ ഒരു ബൈക്ക് വേണം, ഞാൻ വിളിക്കാം കേട്ടോ. ഇതിൻ്റെ ഞാൻ പറഞ്ഞു നാളെ വേണം, ഞാൻ വിളിക്കാം. നമ്മുടെ മാർച്ചിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കൾ ഇവിടെ നിരത്തിയിട്ടുള്ള കസേരകളിൽ ഇരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പരിമിതമായ കസേരകളാണുള്ളത്. എന്നാലും ഈ പൊതുയോഗത്തിൽ സംസാരിക്കുന്നത് കേൾക്കത്തക്ക നിലയിൽ സഖാക്കൾ നിലകൊള്ളണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ യോഗ നടപടികൾ ആരംഭിക്കുന്നു. ഇതിന്റെ അധ്യക്ഷനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും ചടയമംഗലത്തിന്റെ LDFിന്റെ കൺവീനറുമായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ സഖാവ് അഡ്വക്കേറ്റ് ആർ ഗോപാലപിള്ളയെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ യോഗം ജയിപ്പിക്കുന്ന അവസരം എല്ലാവരും സൗകര്യപ്രദമായ കസേരകളിലേക്ക് ഒഴിഞ്ഞിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുക. ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി CPMന്റെ ചടയമംഗലം ഏരിയ സെക്രട്ടറി പത്മകുമാരി
അധ്യക്ഷൻ, LDFിൻ്റെ കൺവീനർ കൂടിയായിട്ടുള്ള CPIയുടെ നേതാവ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന CPIയുടെ സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് സാനികേവാനി, CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശ്രീ ശ്രീക്രമൻ, ശ്രീ PK ബാലചന്ദ്രൻ, ശ്രീ നസീർ, CPIയുടെ മണ്ഡല കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ ഹരി വി നായർ, CPIയുടെ നേതാവ് ശ്രീ ബുഹാരി, വളരെ ആദരണീയനായ ശ്രീ D രാജപ്പൻ നായർ അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ള സഹാക്കളെ, ബഹുമാനിച്ചു. ഇത്തരത്തിലുള്ള സമരം LDF നേതൃത്വത്തിൽ സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിവുള്ളതാണ്. BJP ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തെ പ്രതിപക്ഷ ഗവൺമെന്റുകളോട് എടുക്കുന്ന ഒരു സമീപനമുണ്ട്. ഏതെല്ലാം തരത്തിൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്ത ഗവൺമെന്റുകളെ ദ്രോഹിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തി നിലപാടുകൾ സ്വീകരിക്കുന്ന പാർട്ടിയാണ് BJP. അക്കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട നിലപാടാണ് കേരളത്തോടെടുക്കുന്നത്. കാരണം നമ്മൾ ഇടതുപക്ഷം മാത്രമല്ല, ഇടതുപക്ഷം മതേതരത്വം കൂടി പറയുന്നത് എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം. ഏറ്റവും പ്രധാനമായി കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സാമ്പത്തികമായി ഞെരുക്കി കേരളത്തിലെ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തി ഈ നാടിന്റെ വികസനം മുരടിപ്പിക്കുക എന്നുള്ള ഒരു അജണ്ട വളരെ കൃത്യതയോടെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കി വരികയാണ്. അതിശക്തമായ പല സമരങ്ങളും കേന്ദ്ര ഗവൺമെന്റിനെ കേരളത്തിൽ നമ്മൾ നടത്തി. കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം ഈ സംസ്ഥാനത്തെ പല വകുപ്പുകളുടെയും മന്ത്രിമാരടക്കമുള്ളവർ കേന്ദ്രഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരെ അടക്കം പ്രധാനമന്ത്രി അടക്കമുള്ളവർക്ക് നിവേദനങ്ങൾ കൊടുക്കുകയും നേരിൽ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാടിനോടുള്ള അവഗണന തുടരുകയാണ്. അത് ഏറ്റവും ഗുരുതരമായി, ഏറ്റവും മാരകമായി നമുക്കത് അനുഭവപ്പെട്ടത് ഈ 2025-26 കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ടാണ്. ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുള്ള ഈ രാജ്യത്ത് മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും പല കാര്യങ്ങൾക്കും മാതൃകയാണ് കേരളം.
നമ്മുടെ വിദ്യാഭ്യാസ മേഖല, നമ്മുടെ ആരോഗ്യ മേഖല, നമ്മുടെ ക്രമസമാധാന മേഖല, മതസൗഹാർദ്ദം സംരക്ഷിക്കുന്നതിന് നമ്മൾ കാണിക്കുന്ന അങ്ങേയറ്റം തിരിച്ചറിവോടെയുള്ള പക്വതയോടെയുള്ള നിലപാട് കേരളത്തിന്റെ പശ്ചാത്തല മേഖലയുടെ വികസനം അടക്കമുള്ള കാര്യങ്ങളിൽ കേരളം ഇന്ത്യക്ക് മാതൃകയാണ്. അത്തരത്തിലുള്ള ഒരു സംസ്ഥാനത്തെ കുറിച്ച് ഒരു പരാമർശം പോലും ഈ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ്. ഏതെല്ലാം മേഖലകളിലെ വികസനവുമായി ബന്ധപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ കേരളത്തിന്റെ പശ്ചാത്തല മേഖലയുടെ വികസനത്തിൽ, വിഴിഞ്ഞം പദ്ധതിയുടെ വികസനത്തിൽ അടക്കം ഏതെല്ലാം കാര്യങ്ങളിൽ കേന്ദ്രത്തോട് കേരളം സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടോ നമുക്ക് അവകാശപ്പെട്ടതാണ്. ക്ഷേമ പെൻഷൻ അടക്കം, ലൈഫ് പദ്ധതി അടക്കം കേന്ദ്രം കേരളത്തെ സഹായിക്കാനുള്ള 24,000 കോടി രൂപ ഉൾപ്പെടെ വിഴിഞ്ഞം പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് 5,000 കോടി രൂപ, വയനാട്ടിലെ ദുരിതബാധിതരായ ആളുകളെ സഹായിക്കാൻ 2,000 കോടി രൂപ നമ്മൾ ആവശ്യപ്പെട്ടു. 2,000 കോടി രൂപ ആവശ്യപ്പെട്ടോ 2 രൂപ പോലും തരാത്തവർ, 5,000 കോടി ആവശ്യപ്പെട്ടപ്പോ 5 രൂപ പോലും തരാത്തവർ, 24,000 കോടി പറഞ്ഞപ്പോ അതിനെ സംബന്ധിച്ച് പരാമർശം പോലും നടത്താത്തവർ, 57,000 കോടി രൂപ GST ഇനത്തിലടക്കമുള്ള കേരളത്തിനോട് തരാനുള്ള വിഹിതം തരാതെ ചവിട്ടിപ്പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇത്തരത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റിനെതിരായി ശക്തമായി പ്രതികരിക്കുന്നതിനാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 11 മണിക്ക് രാജ്ഭവനിലേക്ക് വലിയ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. അതോടൊപ്പം കേരളത്തിലെ മറ്റെല്ലാ ജില്ലകളിലെയും നിയോജകമണ്ഡലാടിസ്ഥാനത്തിൽ LDF-ന്റെ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ചടയമംഗലത്ത് ഇത്തരത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഈ ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് CPIയുടെ സംസ്ഥാന കൗൺസിൽ അംഗം സഖാവ് സാംകേ ദാനിയലാണ്. സഖാവിനെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷൻ, നമുക്കെല്ലാം പ്രിയപ്പെട്ട LDF-ന്റെ മണ്ഡലം കൺവീനർ സഖാവ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണപിള്ളയാണ്. സഖാവിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ നമ്മുടെ പാർട്ടിയുടെ സമന്വിതരായ നേതാക്കന്മാരുടേതായിട്ടുള്ള സഖാവ് S. വിക്രമൻ പങ്കെടുക്കുന്നുണ്ട്. വിക്രമൻ സഖാവിനെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സഖാക്കൾ VK ബാലചന്ദ്രൻ, സഖാവ് M. നസീർ, ഈ 2 സഖാക്കളെയും യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യും. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ആദരണീയനായ രായപ്പൻ നായർ സഖാവ് നമ്മുടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രായപ്പൻ നായർ സഖാവിനെയും വളരെ ആദരവോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അതോടൊപ്പം നമ്മുടെ ഘടകകക്ഷികളുടെ നേതാവായിട്ടുള്ള CPIയുടെ നേതാവായിട്ടുള്ള സഖാവ് S. ബുഹാരി നമ്മുടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്, ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സഖാവിനെ ഈ യോഗത്തിന് പേര് സ്വാഗതം ചെയ്യുന്നു. CPIയുടെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ഹരി വി നായരെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CPM-ന്റെ കടക്കൽ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി
സഖാവ് സുബലാലിനെ യോഗത്തിലേക്ക് സ്വാഗതം